സംസ്ഥയുടെയൊക്കെ നേതൃത്വത്തിൽ മഹാനായ ശംസുലുലമയുടെ ജീവചരിത്രം, മതേതരത്വത്തിൻ്റെ വക്താവായിരുന്നല്ലോ അദ്ദേഹം. സാമൂഹ്യ സൗഹാർദ്ദത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഇസ്ലാമികമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തെ, ഇസ്ലാമികമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങളെ, ഇസ്ലാമികമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലെ, ആചാരപരമായിട്ടുള്ള കാര്യങ്ങളെ, അതിലൊക്കെ ഉറച്ചു നിൽക്കുമ്പോഴും ശംസുലുലമ സമൂഹത്തിലെ സൗഹാർദ്ദത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു, മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. അത് ഇന്ത്യൻ ദേശീയതയുടെ ഭാഗവുമായിരുന്നല്ലോ, അത് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്. അങ്ങനെയായിരുന്നു ആദ്യത്തെ. പിന്നീട് അദ്ദേഹം മുസ്ലിം ലീഗുകാരൻ്റെ ഭാഷയിലും നമ്മളോട് സംസാരിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ചരിത്രമാണല്ലോ, നമ്മളിങ്ങനെ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല, ചരിത്രമാണ്. അത് അദ്ദേഹം തുറന്നു പറയുവാനും തയ്യാറായി എന്നുള്ളതാണ്. അതാണ് ഒരു പണ്ഡിതൻ്റെ യഥാർത്ഥ ധർമ്മം. ഇതാണല്ലോ, സത്യം തുറന്നു പറയുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ കാലത്തെയും പണ്ഡിതന്മാർക്കുള്ള പാഠം മഹാനായ ശംസുലുലമയിലുണ്ട്. അദ്ദേഹം സത്യം തുറന്നു പറഞ്ഞു. അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം തുറന്നു പറയുക എന്നുള്ളത് തന്നെയാണല്ലോ യഥാർത്ഥ ജിഹാദ്. അവ സമൂഹം അക്രമങ്ങളിലേക്കോ അരാജകത്വത്തിലേക്കോ വീണു പോകുമ്പോൾ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് അവരെ അതിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ള പാണ്ഡിത്യധർമ്മം, അതാണ് ശംസുലുലമ നിർവഹിച്ചത്. ആരുടെയും മുഖം നോക്കാതെ തന്നെ, വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ഭയപ്പെടാതെ സമൂഹത്തോട് സത്യം തുറന്നു പറയുവാൻ മഹാനായ ശംസുലുലമ തയ്യാറായി. മഹാനവറുകളുടെ ചിന്തകൾ, മഹാനവറുകളുടെ കാഴ്ചപ്പാടുകൾ, അത് പുതിയ കാലഘട്ടത്തിലേക്ക് കൂടുതൽ നമുക്ക് സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ വാദപ്രതിവാദം നടന്നു, കോലാഹലങ്ങൾ നടത്തുന്നു, അതുകൊണ്ട് വാദപ്രതിവാദമാണെങ്കിൽ ഒരു ആവശ്യമാണ്. പ്രതിവാദിക്കും അതിലേറെ സത്യം വരും. എന്നാൽ വാദകോലാഹലം അതിനും നമ്മൾ മുമ്പന്തിയിൽ തന്നെയാണ്. അതിൻ്റെ ഒരു അരാജകത്വം ഞാൻ നേരത്തെ ചിലയിടത്ത് പറഞ്ഞിരുന്നു. സോഷ്യൽ ഓഡിറ്റ് അത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ വിചാരിക്കും, അതിൽ ലൈക്സും കമൻസും ഒക്കെ കൂടുമ്പോൾ വിചാരിക്കും എല്ലാവരും ഇതിൻ്റെ ആൾക്കാരാണ്. അതുപോലെ തന്നെ വേദികളിൽ കയറി വാദകോലാഹലങ്ങൾ നടത്തുമ്പോൾ അപ്പോഴും കയ്യടിയും തക്ബീറൊക്കെ ഉണ്ടാവും. അപ്പോഴും വിചാരിക്കും എല്ലാവരും ഇതിൻ്റെ ആൾക്കാരാണെന്ന്. പക്ഷേ സോഷ്യൽ ഓഡിറ്റ് എന്നൊരു സംഭവം നടക്കുന്നുണ്ട്. ഇവിടെ കച്ചവടക്കാർക്ക് ഒരിക്കൽ പെട്ടെന്ന് മനസ്സിലാവും. ആ സോഷ്യൽ ഓഡിറ്റ് അവിടെ നടക്കുന്നുണ്ട്. അവർക്ക് മുമ്പിൽ നമ്മൾ മഹാമോശമാണ്. ഈ വാദകോലാഹലവും ഈ സോഷ്യൽ മീഡിയയിലുള്ള അമിതമായിട്ടുള്ള ഈ കടന്നുകയറ്റവും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ വളരെ മോശമാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ സ്റ്റാറ്റസ് വളരെ മോശമാണ്. മുസ്ലിങ്ങൾ തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അവർക്കിതൊക്കെ അരോചകമാകുന്നു. താല്പര്യമുള്ളവർക്ക് മാത്രമേ ഇത് കുറച്ച് രുചികരമായിട്ട് തോന്നുള്ളൂ. അതല്ലാതെ വലിയൊരു സമൂഹം അവർക്കൊക്കെ ഇത് അരോചകമാണ്. സമൂഹത്തിൽ ഈ അരാജകത്വത്തെ നമ്മൾ ഉണ്ടാക്കണോ? അവരെന്തിനെ നമ്മൾ അരോചകമാക്കണം? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കാലോ. ഇത് ഇഷ്ടമുള്ളവരെങ്ങനെ വാനോളം പൊക്കും, ഇഷ്ടമില്ലാത്തവരെ ഇല്ലാത്ത ഭാഷയിലൊക്കെ ചീത്ത പറയും. എല്ലാ വേദികളും നടക്കും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും പ്രത്യേകിച്ച് പറയല്ല. എല്ലാ വേദികളും നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇത് കേൾക്കുന്നൊരു സോഷ്യൽ സമൂഹമുണ്ട്, ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇത് കേൾക്കുന്ന അവർക്കിതൊക്കെ അരോചകമാണ്. മുസ്ലിങ്ങളിൽ നിന്നും അവരിതല്ല പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിൻ്റെ തത്വശാസ്ത്രം ഈ വാദകോലാഹലത്തിനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഈ വാദിച്ച് ജയിക്കുന്നവനെ എനിക്ക് വലിയ ഇഷ്ടമല്ല. വാദിച്ച് ജയിക്കുന്നവനല്ല എനിക്കിഷ്ടം. മസ്ലഹത്തിന് വേണ്ടി മൗനം അവലംബിക്കുന്ന ആൾക്കാരുണ്ട്. തൻ്റെ അഭിപ്രായങ്ങൾ വളരെ മാന്യമായ ഭാഷയിൽ പറയുന്നവരുണ്ട്. അതേസമയം ചിലരിങ്ങനെ വാദിച്ചു കണ്ട് അത് അടിച്ചമർത്തും. മധ്യസ്ഥന്മാരെ പോലും നിശബ്ദരാക്കും. സ്വാഭാവികമായിട്ട് അവർ ജയിക്കും. അത്തരക്കാരല്ല എനിക്കിഷ്ടം എന്ന് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മസ്ലഹത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന, അതാണ് മൗലവിക്കല, മസ്ലഹത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുക, അതാണ് ഇസ്ലാമിൻ്റെ ദർശനം. മുസ്ലിങ്ങൾ അത്തരം വിട്ടുവീഴ്ച മനോഭാവങ്ങൾ എപ്പോഴും ചെയ്യുന്നവരാണ്. അത് മാന്യതയാണ്.
അത് പ്രവാചകന്റെ ചര്യയാണ്. പ്രവാചകന്റെ വിവിധ സന്ധികൾ, വിവിധ കരാറുകൾ, അതൊക്കെ വിട്ടുവീഴ്ചയുടെ മകുടോദാഹരണങ്ങളാണ്. അതപ്പോൾ അവർക്ക് മനസ്സിലാവുകയില്ല. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഹുദൈബിയ സന്ധി അപ്പോൾ പലർക്കും അതൊരു ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഭർത്താവിന് പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല റളിയല്ലാഹു. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ഇസ്ലാമിൻ്റെ വലിയ പ്രചാരണമാണ് പിന്നെ അതിലൂടെ പിന്നെ ഉണ്ടായത്. അതിൻ്റെ വ്യവസ്ഥകൾ ഇസ്ലാമിക ജീവിതത്തെ സമ്പന്നമാക്കുകയാണ് ചെയ്തത്. ഇത്തരം സന്ദേശങ്ങളാണ് നമുക്ക് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ടത്. ശംസുലമയൊക്കെ പോലെയുള്ളവർ സമൂഹത്തിന് നൽകിയ മാതൃകകളും അതുതന്നെയാണ്. കണ്ണിയത്ത് ഉസ്താദൊക്കെ വിട്ടുവീഴ്ചയുടെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. സത്യസന്ധമായ ജീവിതം ഇസ്ലാമിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി ആ മഹാന്മാരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവരൊക്കെ ഓർത്തുകൊണ്ടും അവരൊക്കെ പിൻപറ്റിക്കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. അതാണ് ഇവിടെ മുനീർ പറഞ്ഞ കാര്യം. നമ്മൾ പേടിക്കണ്ട. നമ്മുടെ പക്കൽ ഏറ്റവും വലിയ ആസ്തിയുണ്ട്, അസറ്റുണ്ട്. അത് പരിശുദ്ധ ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖുർആനും തിരുസുന്നത്തും. അത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞു. ആ ഖുർആൻ അത് ഇൻഫർമേഷൻസാണ്. ലോകത്തിന് ഇൻഫർമേഷൻസ്, അതാണ് ഖുർആൻ. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അത് ഇൻഫർമേഷൻ. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുജീവിതം തിരുസുന്നത്ത് എന്ന് പറയുമ്പോൾ ഡാറ്റാസാണ്, ഡോക്യുമെൻറ്റേഷനാണ്. ആ ഇൻഫർമേഷൻസും ഡാറ്റാസും മുസ്ലിങ്ങളുടെ കൈകളിൽ ഭദ്രമാണ്. അതൊരു അമേരിക്ക വിചാരിച്ചാലും അത് നശിപ്പിക്കാൻ സാധ്യമല്ല. ഒരു ഇസ്രായേലിനും ഇത് നശിപ്പിക്കുവാൻ സാധ്യമല്ല. ആ ഇൻഫർമേഷൻസും ഡാറ്റാസും ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കൈകളിൽ ഉള്ളത് കൊണ്ടായിരുന്നു ചോര ഇറ്റി നടന്ന ആ പിഞ്ചു പൈതങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരുപക്ഷെ പരമ്പരാഗതമായിട്ട് കിട്ടിയതായിരിക്കാം അവർക്ക്, ആ കുഞ്ഞുങ്ങൾ പോലും കാഴ്ചവെച്ച ആ ഡിഗ്നിറ്റി ഉണ്ട്. സ്വന്തം ജീവിത പാരമ്പര്യങ്ങളുടെ ഒരു ഡിഗ്നിറ്റി പരമ്പരാഗതമായിട്ട് കിട്ടിയതാവാം. അതിനെ തോൽപ്പിക്കാൻ ഇസ്രായേലിൻ്റെ വെടിയുണ്ടകൾക്ക് സാധിച്ചില്ല, പീരങ്കികൾക്ക് സാധിച്ചില്ല, അമേരിക്കയുടെ ബില്യൺ കണക്കിന് ഡോളറുകൾ ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ആയുധങ്ങൾ കൊണ്ട് സാധിച്ചില്ല. ആ ഇൻഫർമേഷൻസും ഡാറ്റാസും അത് മുസ്ലിങ്ങളുടെ കൈകളിൽ ഭദ്രം. അതുകൊണ്ടാണ് ഇപ്പോൾ വെടിയിരുത്തലിനൊക്കെ അവർ തയ്യാറായത്. എങ്ങനെയെങ്കിലും ഇത് വെടി നിർത്തി കിട്ടിയാൽ മതി എന്ന് വെടി വെച്ചവർ തന്നെ മനസ്സിലാക്കി.